നല്ല സോഫ്റ്റ് കണ്ടോ, നല്ല സോഫ്റ്റ്. ഹലോ, ഇന്നൊരു ഇളനീർ പുഡിംഗ് ആണ്. അതിന് വേണ്ടി ഒരു കരിക്ക് ഞാൻ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം എടുക്കണം. ഇതാണ് ഇളനീരിൻ്റെ കാമ്പ്. അതിനുശേഷം മിൽമയുടെ 1 കപ്പ് പാല്, ചെറിയ 1 കപ്പ് പഞ്ചസാര, ഒരു ചെറിയ കവറ് ചൈന ഗ്രാസ്, മിൽക്ക് മെയ്ഡ്, കോൺഫ്ലവർ. ഇത്രയും സാധനങ്ങളാണ് ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്നത്. ആദ്യം ചൈന ഗ്രാസ് ചെറിയ പീസായിട്ട് ഇങ്ങനെ ഇടണം. കുറച്ച് നമ്മൾ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇളനീരിൻ്റെ വെള്ളം കുതിർക്കണം. ഇളനീരിൻ്റെ കാമ്പ് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇളനീരിൻ്റെ കാമ്പ് ചെറിയ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്ത ഇളനീർ കാമ്പാണിത്. ഇതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന പാല് തിളപ്പിക്കണം. 1 കവർ പാല് ചൂടാക്കണം, തിളയ്ക്കണ്ട. ഇത് 1/4 മണിക്കൂർ നേരം കുതിർത്ത് വെച്ച ചൈന ഗ്രാസ്. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം ഒഴിച്ച് ഇത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് മെൽറ്റായി വരുന്നു. പാല് തിളയ്ക്കണ്ട, ചെറിയതായിട്ട് ചൂടായാൽ മതി. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. അരച്ച് വച്ചിരിക്കുന്ന ഇളനീർ കാമ്പ് അതിലേക്ക് ഇടണം. അത് നന്നായി കട്ട പിടിക്കാതെ ഇളക്കണം. ഇത് ചെറിയ 2 സ്പൂണ് കോൺഫ്ലവർ, അത് നന്നായി ഇളക്കണം. 2 സ്പൂണ് മിൽക്ക് മെയ്ഡ്, മിൽക്ക് മെയ്ഡ് ഇട്ടതിന് ശേഷം ഇളക്കണം. അവസാനം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒഴിക്കണം. നന്നായി ഇളക്കണം. ഇത് ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റാക്കിയതിന് ശേഷം കുറച്ച് മാറ്റി വെച്ച് തണുപ്പിച്ച് അത് ഈ പാത്രത്തിൻ്റെ അടിയിൽ നിരത്തണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇത് തണുത്തതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത പുഡിങ് റെഡിയായി. ഇനി ഇത് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് കണ്ടോ, നല്ല സോഫ്റ്റ്.